എല്ലാവർക്കും ഓണാശംസകൾ. ഒരു ഗിന്നസ് ഓണം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടി കഴിവുകൾ കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറിയ കലാകാരന്മാരും ഒരു ഗിന്നസ് ബുക്കും നേടാത്ത ഞാനും കൂടിയുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരെ പക്രു തന്നെ പരിചയപ്പെടുത്തും. പങ്കെടുക്കുന്നത് ഇപ്പം മനോജ് ഒഴിച്ച് ബാക്കി 3 പേരും ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന ആൾ പ്രതീഷ് കണ്ണൻ. അദ്ദേഹം ഓർമ്മശക്തിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു അതുല്യ പ്രതിഭയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗിന്നസ് ബുക്കിന് മുമ്പിൽ എൻ്റെ ഗിന്നസ് ഒന്നുമല്ല. കാരണം ഓർമ്മശക്തിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ എന്താ പറയുക ഓർക്കാപ്പുറത്ത് ഗിന്നസ് കിട്ടിയ ഒരാളാണ് ഞാൻ. നമ്മളെപ്പോലൊക്കെ തന്നെ എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ അങ്ങനെ വന്നാണ്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്നത് ഡോക്ടർ കലാമണ്ഡലം ഹേമലത. പുള്ളിക്കാരി മോഹിനിയാട്ടത്തിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്. തുടർച്ചയായിട്ട് എത്ര മണിക്കൂറായിരുന്നു? 123 മണിക്കൂർ 15 മിനിറ്റ്. 123 മണിക്കൂർ 6 ഡേയ്സ്. എൻ്റെയൊക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു സഹസ്രാബ്ദക്കാലം. കാരണം 123 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കുറച്ച് വലിയൊരു കാലയളവാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഗിന്നസ് കയറിയത് അല്ലേ? അതെ അതെ. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് അവിടെ നിന്ന് അതെ, നമ്മൾ 2 വർഷത്തെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ രാവിലെ ഏർലി മോർണിംഗിൽ നമ്മൾ 45 കിലോമീറ്റർ ഓടും. അതിനുശേഷം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അയ്യോ 45 ഇല്ലായിരുന്നു, 43.5 കിലോമീറ്റർ യാത്ര ചെയ്യും. ആദ്യം ഒരു റൗണ്ട് ഓടാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ കൂട്ടി 45 കിലോമീറ്ററോളം ഓടി. അപ്പോൾ വീട്ടിൽ വീട് തൃശ്ശൂരാണ്. അപ്പോൾ മക്കളൊക്കെ പറയുന്നത് അമ്മ എറണാകുളത്ത് പോയെന്നായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എവിടെ പോയതാ ഓടാൻ പോയതാ? എങ്ങോട്ടാ? എറണാകുളത്തേക്ക്? അല്ല ശരിക്കും ഏത് റൂട്ടാ ഓട്ടം? അത് ഞങ്ങൾ ഗ്രൗണ്ടിലാണ് ചെയ്യുക. നേരത്തെ പോയിട്ട് ചെയ്യും. 4:30 ഓടാനായിട്ട് പോകും. അത് ഒരു 10-11 മണി വരെ ഓടും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് വീണ്ടും യോഗ ചെയ്യും. 1 മണി വരെ യോഗ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ ഭക്ഷണത്തിന് ചിലവാക്കും. അത് കഴിഞ്ഞ് വീണ്ടും രാത്രി 8 മണി വരെ നമ്മൾ പ്രാക്ടീസ് തന്നെ, ഡാൻസ് പ്രാക്ടീസ്. അതുപോലെ പാട്ട് നന്നായി കേൾക്കണം. കാരണം നമ്മൾ കുറേ കഴിയുമ്പോൾ സ്റ്റേജിൽ നമുക്ക് പാട്ടൊക്കെ മറന്നു പോകും. കേൾക്കാത്ത അവസ്ഥ വരും, ചെവി കേൾക്കാത്ത വരും, ഫിസിക്കലി നമുക്ക് ഭയങ്കര വീക്ക് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ അതിനായിട്ട് ഉപാസന ചെയ്യണം. അങ്ങനെ 1 മണി വരെ ഉറങ്ങാതിരിക്കും. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ഇല്ല. പിന്നെ പാട്ട് കേൾക്കും, ധാരാളം പാട്ട് കേട്ടിട്ട്. പിന്നെ 1 മണിക്കൂറാണ് രാത്രി ഉറങ്ങുള്ളൂ. അങ്ങനെ 2 വർഷം നമ്മൾ നിരന്തരം അങ്ങനെ 2 വർഷം ഉറങ്ങാതിരുന്നു. ഹസ്ബൻഡിന്റെ പേരെന്താണ്? PB ജയൻ. പുള്ളിക്ക് ഒരു ഗിന്നസ് ബുക്ക് കൊടുക്കണം തീർച്ചയായും. കാരണം ഭാര്യ ഉറങ്ങാതിരിക്കുക ഇതുപോലൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കൂടെ സപ്പോർട്ടീവായിട്ട് അദ്ദേഹമാണ് എൻ്റെ ശരിക്കും പറയാൻ ട്രെയിനർ. അദ്ദേഹമാണ് ഓടാനൊക്കെ, അദ്ദേഹം സ്പോർട്സ്മാനാണ്. അദ്ദേഹമാണ് എന്നെ ഓടിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഫിസിക്കൽ എക്സസൈസ് ഫുൾ അദ്ദേഹമാണ് ട്രെയിനിങ് ചെയ്തത്. സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ആദ്യത്തെ ശ്രമത്തിൽ 64 അവേഴ്സ് ആയപ്പോൾ നമ്മൾ ഫെയിലായി. അപ്പോൾ 3 ദിവസമാണ്, 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഫെയിലായപ്പോൾ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു വിഷമം വന്നു. 3 ഡേയ്സ് അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും അവേഴ്സായി. പിന്നെ എനിക്ക് അപ്പം തന്നെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു ഇതുണ്ടായി. അത് നമ്മൾ കുറച്ച് ഡയറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തവരുടെ അടുത്ത് പോയി നമ്മളത് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും തേനും കഴിച്ച് അങ്ങനെ ശീലിച്ചു. അങ്ങനെ സ്റ്റേജിൽ അത് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഞ്ഞി മാത്രം കഴിക്കും. ഏത് വർഷമായിരുന്നു? 2010-ലാണ്. സെപ്റ്റംബർ 10. അങ്ങനെയായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഗിന്നസ് സാധാരണ എങ്ങനെയാ ഗിന്നസ് കയറിയത് അങ്ങനെ ഇന്നുവരെ ഗിന്നസ് ബുക്കിൽ കയറിയിട്ടില്ല. ഏത് പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ചോദിക്കും, മനോജ് മിമിക്രിയിൽ ഏത് വകുപ്പിലാണ് ഗിന്നസ് ബുക്ക് കിട്ടിയത്? എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗിന്നസ് ബുക്കിൽ കയറാതെ തന്നെ എനിക്ക് ഗിന്നസ് എന്നുള്ള പേരുള്ളതുകൊണ്ട് ഇനി വേണ്ട എന്നൊരു തീരുമാനം ഞാൻ എടുത്തു.
ഇനി ഒരാവശ്യമില്ലാത്തൊരു പേര് നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും മോഹിനിയാട്ടത്തിലും ഓർമ്മശക്തിയിലും ഒക്കെ ഗിന്നസ് നേടി. ഇപ്പോൾ ഞാൻ മാത്രം എന്തിനാ ഗിന്നസ് ബുക്കിൽ കയറാതെ മനോജ് ഗിന്നസ് ഇത്രയും മോശം പേരാണോ ഗിന്നസ്? അല്ല ഉള്ളുകൊണ്ട് പുള്ളിക്ക് ഒരു കോംപ്ലക്സ് വിഷമം തോന്നി. അർഹതയില്ലാത്ത സംഭവം കൊണ്ട് നടക്കണ്ടല്ലോ. കാരണം എനിക്ക് പ്രോഗ്രാം ചെയ്തോ ഗിന്നസ് ബുക്ക് റെക്കോർഡ് കിട്ടിയോ ഒന്നും അല്ലല്ലോ. കൂടെ ഒരു ഗിന്നസ് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. അതൊരു ഫെയിമല്ലേ? ഫെയിമാണ്. അപ്പം എനിക്കൊരു ഉൾക്കുത്ത് ഒരു മനസ്സിനൊരു വിഷമം. എന്നാൽ സ്വന്തമായിട്ടൊരു ഗിന്നസ് നേടണമെന്ന് ഓർത്ത് ഞാൻ 2 കണ്ണും കിട്ടിയിരുന്നു. പക്രൊക്കെ അറിഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഞാൻ ഗിന്നസ് ബുക്ക് ശ്രമിച്ചു അതിന് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ണ് 2 കൂട്ടി കെട്ടി ഈ കൈ പുറകെ കെട്ടിയിട്ട് നമ്മുടെ വെണ്ടുരുത്തി പാലമുണ്ട് കൊച്ചിയിലെ, പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. എന്നിട്ട് എല്ലാം സംഭവിച്ചോ? ഗിന്നസ് കിട്ടിയോ? ഗിന്നസ് കിട്ടിയില്ല. അവിടെ ഈ കക്ക വരാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവർ പിടിച്ച് കരക്കേറ്റിക്കൊണ്ട് ഇപ്പോൾ ജീവനോട് ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്. 6 മണിക്കൂറും 6 ദിവസമൊക്കെ മോഹിനിയാട്ടോ അതുപോലെ ഓർമ്മശക്തിക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ആ വലിയ പ്രതിഭ ഇവിടെ ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്? ഗിന്നസ് റെക്കോർഡ് നേടിയത് എൻ്റെ നാട് പയ്യന്നൂരാണ്. ഈ പയ്യന്നൂരിലെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ കലാകാരന്മാരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഈ നാടകം മറ്റ് പയ്യന്നൂരുകാർക്ക് എല്ലാവർക്കും അറിയാമോ പ്രതീക്ഷനെ? ഓ, എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചാൽ എല്ലാ നാട്ടുകാരും നല്ലൊരു സപ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ രാവിലെ മുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനൊക്കെ കഴിയുമായിരുന്നു. പിന്നെ അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ചെറിയൊരു സംശയം തന്നെ വന്നത് എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. എനിക്കൊരു കാര്യത്തിൽ നല്ല ഓർമ്മശക്തി. എത്ര ഇതാന്ന് പറഞ്ഞാലും അത് ഞാൻ ഓർത്തിരിക്കും. പൈസയുടെ കാര്യം ആരെങ്കിലും തരാറുണ്ടെങ്കിൽ ബാക്കി എല്ലാം പെട്ടെന്ന് മറന്നു. അതെന്താ പ്രതീക്ഷ? അത് മാത്രം അത് വല്ലാണ്ട് ഓർക്കുന്നു, ബാക്കിയൊക്കെ മറക്കുന്നു. അതിനെന്താ പ്രതീക്ഷ? അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ ഓർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കണ്ണൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ വീട്ടിൽ 100 പേരുകൾ 200 പേരുകൾക്ക് എഴുതി വെക്കും. എന്നിട്ട് ഒറ്റത്തവണ വായിച്ചിരും. പ്രാക്ടീസ് വീട്ടിൽ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് 400 പേരുകൾ ഓർമ്മിക്കലായി, 500ആയി. ഇപ്പോൾ 1500 പേരുകൾ ഒറ്റത്തവണ കേട്ടാൽ ഓർമ്മിക്കാവുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായാൽ ആ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളുടെയും പേര് ഈ പുള്ളി ഓർത്തിട്ടുണ്ട്. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞാൽ മെയിനായിട്ട് വളരെ വലിയൊരു പ്രാക്ടീസ് ഉണ്ട് ഇതിൽ. എനിക്ക് വന്നൊരു 8-9 വർഷത്തോളത്തിലധികം ഞാൻ രാത്രി 4 മണിക്കൂർ മാത്രം ഉറങ്ങിയത്. 15 മണിക്കൂറിലധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ തന്നെ എന്ന് വെച്ചാൽ ഈ ഗിന്നസ് റെക്കോർഡ് എന്നുള്ളൊരു പ്ലാൻ ചെയ്യുമ്പം 200 പേരുകൾ ഓർമ്മിക്കുന്ന റെക്കോർഡാണ് മുന്നിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും 500 പേരുകൾ എന്ന രീതിയിലേക്കാക്കി ഒറ്റത്തവണ ഈ പേരുകൾ വായിച്ചു തരികയും ഇത് കേട്ട ഉടനെ തന്നെ ഓർഡർ പ്രകാരം അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും അങ്ങോട്ടും പറയണം. പിന്നീട് റാൻഡം പറയണം. ഇങ്ങനെയാണ് ഈ ഗിന്നസ് റെക്കോർഡ് നേടുന്നത്. പിന്നെ ഗിന്നസ് റെക്കോർഡ് നേടിയ ശേഷം ലിംക റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ എല്ലാ അതേപോലത്തെ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ ഏകദേശം 15,000-ലധികം സ്റ്റുഡൻസിന് ഇപ്പം ഇത് നൽകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ക്ലാസ് ട്രെയിനിങ് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനോജേട്ടൻ ഒരു പാട്ട് ഓണത്തിന് പാടിയാൽ നന്നായിരിക്കും. മനോജ് നാടൻപാട്ടാണ്, സകലകലാ വല്ലഭനാണ്. നാടൻപാട്ടെന്ന് വെച്ചാൽ അങ്ങനെ പൂർണ്ണമായ ഗായകനല്ല, പക്ഷെ നന്നായിട്ട് പാടും. കാരണം മനോജ് ഒരുപാട് കോമഡി കാസറ്റുകളിൽ അതുപോലെ തന്നെ നല്ല രസമായിട്ട്. അപ്പോൾ ശരി, അപ്പോൾ നമ്മുടെ എല്ലാം ഈ വർഷത്തെ ശരിക്കും പറഞ്ഞ ഒരു തീരാ നഷ്ടമാണ് മണിച്ചേട്ടൻ. എല്ലാ കലാകാരന്മാർക്കും അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്കും ലോകമെമ്പാടുള്ള മലയാളി പ്രേക്ഷകർക്കും ഒരു തീരാ ദുഃഖമായി നിൽക്കുന്ന നമ്മെ വിട്ടുപിരിഞ്ഞ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു 2 വരി. പ്രതീക്ഷ പാട്ട് ചോദിച്ചത് നന്നായി. കാരണം ഈ ഓണത്തിന് നമ്മളോടൊപ്പം മണിച്ചേട്ടനില്ല, പക്ഷേ മണിച്ചേട്ടൻ്റെ ഓർമ്മകളുണ്ട്. മണിച്ചേട്ടൻ ഇവിടെ വെച്ചിട്ട് പോയ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളും അതൊരിക്കലും മാറുകയില്ല. കാരണം കുട്ടികൾ വരെ പാടി കിടക്കുന്ന പാട്ടുകളാണ്. ഇക്കൊല്ലം നമുക്ക് ഓണൊല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമുക്ക് കൂടപ്പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാതോരോണമുണ്ടോ, തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ, മേപ്പുര നോക്കി കിടപ്പയല്ലേ, ഇക്കൊല്ലം നമുക്ക് ഓണോലടി കുഞ്ഞേച്ചേ,
കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. പോരെ 4 വരി. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഭാവിയിലല്ലേ നാളെ സംഭവിക്കാവുന്ന വളരെ ശരിയാണ് കാര്യമാണ്. കാരണം നമ്മളൊക്കെ കലയെന്നും സിനിമ ഈ സ്റ്റാർട്ടത്തിൽ നിന്നൊക്കെ മാറി എല്ലാം കഴിഞ്ഞ് ഒരു അവസാനം ഒരു രോഗശയ്യ എന്നൊക്കെ പറയുന്ന പോലത്തെ ജീവിതത്തിൻ്റെ എൻഡ് പറയുന്നൊരവസ്ഥ വരും. ആ സമയത്ത് നമുക്ക് ഓണവുമില്ല ആഘോഷങ്ങളുമില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് ആഘോഷത്തിന്റെ ഓണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പ്രജീഷിലേക്ക് തന്നെ തുടങ്ങാം. ഓർമ്മശക്തിയുടെ ഒന്നും കൂടെ കിട്ടിയില്ല, എന്തൊക്കെയോ കുറച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഏകദേശം 40 ഭാഷകൾ പഠിക്കാൻ, ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 6 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ സബ്ജക്റ്റും ബിരുദമെടുക്കുന്നതിനും ഒരു സമ്പൂർണ്ണ എൻസൈക്ലോപീഡിയ മനപ്പാടമാക്കുന്നതിൽ മെമ്മറി പവർ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ വെറും 1% താഴെ മാത്രമാണ് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് പഠനം പറയുന്നത്. ബാക്കിയൊക്കെ ഇവരെ എവിടെ ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാം 15 പേജിൽ. പക്ഷേ അതിന് ഏതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് ഏതൊക്കെ ഉപയോഗിക്കണം എന്നില്ല അവർ അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ കോഡിങ് മെത്തേഡ്, ആപ്പ് ടെക്നിക്സ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങളറിയാം തന്മാത്ര ഫിലിമിൽ ലിങ്കിങ് മെത്തേഡാണ് പറഞ്ഞാൽ ഈ വളരെ അധികം ടെക്നിക്സ് ഉണ്ട്. ഇതൊന്നും അറിയാത്തത് കൊണ്ടുള്ള മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കാർക്കും അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് അതിനുവേണ്ടി ചെയ്യണം പഠിക്കുന്നതിനും. അജയേട്ടൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്തൊക്കെയാണ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട്? ഓണത്തിനോടടുത്താണ് എൻ്റെ പിറന്നാൾ വരുന്നത്. ഓഗസ്റ്റ് 31-നാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിലും മിക്കവാറും ആഘോഷം വരുന്നത് അത് ചിങ്ങമാസത്തിലെ വിശാഖം ആ സമയത്താണ്. പിന്നെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞ ആ സമയത്താണ് തന്നെയാണ് മമ്മൂക്കയുടെയും ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ പിറന്നാൾ ആ സമയത്ത് വരുന്നുണ്ട്. പിന്നെ തിരുവോണത്തിന് ഒരു വലിയ ആഘോഷമൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 10, എൻ്റെ പ്രായം ഇപ്പം ഞാൻ പറയുന്നില്ല, അത്രയും കാലങ്ങളായിട്ട് 19 വർഷമായിട്ട് 50 കുറഞ്ഞു പോയി, തീരെ ചെറുതാടാ. അത്രയും നാള് ഓണം ആഘോഷിക്കുന്നത്, ഓണാഘോഷം ഈ പിറന്നാൾ ദിവസം. അല്ല എനിക്ക് എൻ്റെ പ്രായമൊക്കെ ഏകദേശം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാപ്പാടമാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഈ ഓണസദ്യയിൽ ഞാൻ ചില സമയത്ത് ദേഷ്യപ്പെടും. കാരണം വലിയ ഇല കൊണ്ടൊന്ന് അങ്ങ് വെട്ടി വെച്ചിട്ട് കറിയില്ല അങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം. പിന്നെ ഞാനിത് ഓട്ടോ പിടിച്ചെടുത്തു നടക്കും, വലിയ പാടാണത്. അപ്പോൾ അങ്ങനെ ചെറിയ ഇല മതി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് കാരണം കിട്ടിയ ഇലക്കകത്ത് ഉണ്ടാപ്പോരെന്നൊക്കെ വീട്ടിൽ ചോദിക്കുമെങ്കിലും നമുക്ക് ഈ ഇല ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന് അറ്റമുണ്ടല്ലോ മുറിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നല്ല കളർഫുള്ളായിട്ട് ഊണ് കഴിക്കുക. പിന്നെ ഈ പിറന്നാളിന് ഓണക്കോടി പിറന്നാളിൻ്റെ അന്ന് കിട്ടും, അതൊക്കെ ഇടും. പിന്നെ ഈ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ചിരിച്ച് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ടൊരു ഫോട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പിന്നെ കുട്ടികളൊക്കെ ആയിട്ടുള്ള കളികൾ. ഓണക്കളികളിലൊന്നും അങ്ങനെ അധികം പോയി പെടാറില്ല. കാരണം എല്ലാ കളിയും ലാസ്റ്റ് തിരിഞ്ഞ് എനിക്കിട്ട് തന്നെ വരും അപകടമായിട്ട്. പറഞ്ഞാൽ ഏറുപന്തായാലും പിന്നെ ഞങ്ങളുടെ അവിടെ കോട്ടയത്ത് 8 കളി എന്ന് പറയും, ചില സ്ഥലത്ത് 8 കാലിയല്ല 8 കളി. ഈ കുറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ മുളയും കൊണ്ടൊക്കെ ഉള്ള കളിയുണ്ട്, അതുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വടംവലി നമുക്ക് പറ്റുമല്ല, കസേര കളി പറ്റുമല്ല. പിന്നെ ആകെ ഉള്ളത് മെഴുകുതിരി കത്തിക്കൽ, പിന്നെ അതുപോലെയൊക്കെയുള്ള ചെറിയ പിന്നെ സൂചി നൂല് കോർപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പ് ചെറിയ കുഞ്ഞിക്ക കളികളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രതീഷിൻ്റെ ഓർമ്മശക്തി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. പുള്ളിപ്പോൾ ഒരു 400-500 എണ്ണം പറയുമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓണത്തിനെന്നുള്ള അടുത്ത ഓണം വരെ പോകും. പിന്നെ ഞാനാണത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ശ്വാസം മുട്ടി ചാകുന്നത് നിങ്ങൾ കാണേണ്ടിയും വരും. അത് കാരണം ഞാനിപ്പോൾ 10-20 പേര് ഒരു 20 പേര് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയും, അതൊന്ന് ഓർത്ത് പറഞ്ഞാൽ മതി. റെഡിയാണോ? ആർ യു റെഡി? യാ. ഇങ്ങനെയാണല്ലോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ആൾക്കാർ സായിപ്പ്മാരെ പറയണേ. യാ റെഡി 1 2 ഒക്കെ പറഞ്ഞിട്ട്. പാരീസ്, ചൈന, ദുബായ്, ഇന്ത്യ, ലണ്ടൻ, ഇറ്റലി, ബാങ്കോക്ക്, ജപ്പാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ, MP അഹമ്മദ്, ഇബ്രാഹിം ഹാജി, അഷർ, രവി പിള്ള, യൂസഫ് അലി,